ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വ്ളോഗിൽ ഞാനൊരു ലഞ്ച് പ്രിപ്പറേഷനാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അതായത് മത്തിക്കറിയും മത്തി പൊരിച്ചത് കേട്ടോ. അപ്പോൾ മത്തി മുളകിട്ടതാണ് ചെയ്യാൻ പോണത്. അപ്പോൾ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ പച്ചമണം പോണ പോലെ അത്യാവശ്യം ഒന്ന് റോസ്റ്റായി വരുന്ന പോലെ നമ്മൾ വഴറ്റിയിട്ട് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് വീണ്ടും ഒന്ന് സോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ തീയൊക്കെ നമ്മൾ നന്നായിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടാണ് ഇത് സോർട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആക്ച്വലി മീൻ മുളകിട്ടിട്ട് വെക്കുന്നത് സിമ്പിളായിട്ടുള്ള ഡിഷാണല്ലേ. നമുക്ക് എല്ലാവർക്കും മത്തിക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് സോർട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുടംപുളി ഒരു 3 കഷ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. 3-4 കഷ്ണം ഇട്ടിട്ടുണ്ട്. ചെറിയ പുളിയാണ്. അപ്പോൾ അതിട്ടിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുള്ള ഈ പീസസൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടുണ്ട്, കാരണം അത്യാവശ്യം വലുപ്പമുള്ള മത്തി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ മുളകിട്ടത് കേട്ടോ. കൂടെ നമ്മൾ മത്തി കുറച്ച് പൊരിക്കാനും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എന്താ പറയുക, മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം 2-3 എണ്ണത്തിൽ മുട്ട ഞാൻ വെച്ചു. ബാക്കി മീൻ മുട്ടയെല്ലാം ഞാൻ ഫിഷിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്തിട്ടാണ് കേട്ടോ വറക്കാനായിട്ട് വെച്ചത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിഷിലൊന്നാണ് കേട്ടോ ഈ മത്തി എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് ഇതിൻ്റെ മീൻ കറി കൂട്ടിയിട്ട് ഗോതമ്പ് ദോശയൊക്കെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ ഗോതമ്പ് ദോശയുടെ കൂടെ? അപ്പോൾ അങ്ങനെ മത്തി ഇതൊക്കെ ഒരു സൈഡൊക്കെ സെറ്റായി വന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് മറിച്ചിട്ടു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത്, ഇപ്പോൾ ഓൾമോസ്റ്റ് കുക്കായി വന്നതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില എല്ലാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാണ് കേട്ടോ. ഇനി ആ ഉള്ളി കരിയാണ്ട് അതും ഒന്ന് ഈ മീനിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ലഞ്ചിനുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ കറി വിളമ്പിയിട്ടുണ്ട്, കൂടെ നമ്മുടെ മീൻ പൊരിച്ചതുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂട്ടിയായിരുന്നു ഇന്നത്തെ ലഞ്ച് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോകളായിട്ട് അടുത്ത്. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടി വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണേ.